കഴിഞ്ഞ പതിറ്റാണ്ടല്ല നൂറ്റാണ്ടായി കോൺഗ്രസ് വിട്ട മറ്റൊരു കളിയില്ല എന്ന് പറഞ്ഞ അച്ഛൻ രാവിലെ നമ്മളെ കണ്ടു. അച്ഛൻ നമസ്കാരം. നമസ്കാരം. മധുരം ഇല്ലാത്ത ചായയാണോ കുടിക്കുന്നത്? മധുരം പാകത്തിന്. ഇവിടെ അമിതമാകണ്ട, തീരെ കുറവും വേണ്ട. ആത്മവിശ്വാസവും അമിതമാണോ? അല്ല, പാകത്തിനേ ഉള്ളൂ. കറക്റ്റാണ്. കറക്റ്റായിട്ട് നിരീക്ഷിച്ചാൽ ഇടുക്കിയിൽ നിന്നുള്ള റോഷി അഗസ്റ്റിൻ വേണോ, തൊടുപുഴയിൽ നിന്ന് റോയ് പൗലോസ് വേണോ? അങ്ങനെ പ്രാദേശികമായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അടിപൊളി, സൂപ്പർ. ഇതൊരു കൈയടിക്കാൻ തോന്നുന്നു എനിക്ക്. കണ്ടോ, ഉരുളയ്ക്ക് ഉപ്പേര് പോലെയാ മറുപടി. അപ്പോ റോയ് പൗലോസിന് സാധ്യതയുണ്ട്, 100% സാധ്യതയുണ്ട്. റോഷി എന്ന വൻമരത്തെ വീഴ്ത്തും. വൻമരം അല്ലല്ലോ, അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിയല്ലോ. അങ്ങനെ വലിയ മരങ്ങളൊന്നുമില്ല. അതുമില്ല, കണക്കാക്കുന്നില്ല. അങ്ങനെയാണോ? അല്ല, 25 വർഷം മുമ്പേ പാലായിൽ നിന്ന് മാണി സാർ KSRTC ബസ്സിനാണ് കയറ്റിവിട്ടത്. അപ്പൊ ഇത് ഇടുക്കിക്കാരനും പാലക്കാരനും തമ്മിലുള്ള മത്സരം ആണോ? ഇടുക്കിക്കാരനും പാലക്കാരനും തമ്മിലുള്ള മത്സരം ഇടുക്കി നിയമങ്ങൾ പറഞ്ഞു. അങ്ങനെയാണോ? അതായത് തൊടുപുഴക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള കൗണ്ടറാണ്. മറുപടി വേണം. അതായത് ഇവർക്ക് 20 വർഷക്കാലത്തോളം പാലക്കാരൻ എന്നുള്ള ചിന്തയില്ലായിരുന്നു. അന്ന് സ്വന്തം ആളാണ്, ഇടുക്കിയുടെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാർക്ക് ഈ ഒരു 5-6 വർഷം കൊണ്ട് പാലക്കാരനായി മാറിയെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പറയാം. പേര് കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഷിജോ തടത്തിൽ, കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി. നമ്മുടെ പേര് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്. നമ്മുടെ പേര് ഷാലി നെല്ലിപ്പറമ്പൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ്. അപ്പൊ പുലികളാണ് കേട്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്ന ആൾക്കാർ. റോയ് കെ പൗലോസിനെ സംബന്ധിച്ച് വളരെ മധുരമായി ക്രൈസ്തവ സഭയോട് പ്രതികാരം വീട്ടിയാളാണ്. PT തോമസിന്റെ ചിതാഭസ്മം ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിച്ച ചിതാഭസ്മം ഉപ്പുതോട്ടിലെ കല്ലറയിൽ കൊണ്ടുവച്ച് ഈ PT തോമസിനെതിരെ ശവമഞ്ച ഘോഷയാത്ര നടത്തിയ അതേ വൈദികരെ കൊണ്ട് അവിടെ ഒപ്പീസ് ചെല്ലിച്ചവനാണ് റോയ് കെ പൗലോസ്. ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തെ കൊണ്ട് മുഴുവൻ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണെന്നാണല്ലോ പറയുന്നത് FCRA ബില്ലിന്റെ കാര്യത്തിൽ. കൃത്യമായി കണക്ക് കൊടുക്കുന്നവർക്ക് യാതൊരു ആശങ്കയുടെ ആവശ്യമില്ല. 80% ഹൈന്ദവ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ. ഏറ്റവും കൂടുതൽ FCRA വേണ്ടി മേടിക്കുന്ന അമൃതാനന്ദ മൈമഠമാണ്, പിന്നെ ശ്രീ രവിശങ്കറാണ്. അവർക്കൊന്നുമില്ലാത്ത ആശങ്ക പിന്നെന്താ ക്രൈസ്തവ സഭയ്ക്ക്? നിത്യാനന്ദ റോയ് പറഞ്ഞത് മതപരിവർത്തനം നടത്തുന്നവർ കരുതിയിരുന്നുള്ളൂ എന്നാണ്. അല്ല, മതപരിവർത്തനം നിയമപരമായി നടത്താൻ കഴിയില്ലല്ലോ, നിയമവിരുദ്ധമാണല്ലോ. അതുകൊണ്ട് അത്രേ ഉള്ളൂ. അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് ബാധിക്കും. ഇതെങ്ങനെയാണ് ഇതിനൊരു മറുപടി? ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് പറയാൻ വേണ്ടി എന്തും പറഞ്ഞോട്ടെ, ഇടുക്കിയിലെ ജനങ്ങൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ളതിനകത്ത് കൃത്യമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനകത്ത് UDF സംബന്ധിച്ച് വ്യക്തമായി പറയുന്നത് 10,000 വോട്ടിന് മേലിൽ ഭൂരിപക്ഷത്തിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് വിജയിച്ചിരിക്കും. ആ ആത്മവിശ്വാസം സർക്കാർ പറയുന്നത് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങൂ, റോഡ് മോശമാണോ? നിങ്ങൾ സ്കൂളിലേക്ക് പോകൂ, സ്കൂൾ മോശമാണോ? ആശുപത്രിയിലേക്ക് പോകൂ, ആശുപത്രി മോശമാണോ? വീട്ടിലേക്ക് വരൂ, പെൻഷൻ മോശമാണോ? റോഡിലേക്ക് ഇറങ്ങും. അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, ചെറുതോണി ബസ് സ്റ്റാൻഡ്. നിങ്ങളുടെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബസ് സ്റ്റാൻഡ്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വിഷയം. ഇടുക്കി മെഡിക്കൽ കോളേജിനകത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റോർ അത് നിർത്തലാക്കിയിട്ട് ഇന്ന് CV വർഗീസിന്റെ നേതൃത്വത്തിലുള്ള CPM ജില്ലാ സെക്രട്ടറിക്ക് പിടിപിടി നീങ്ങുന്നതിന് വേണ്ടി അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നത്. 2,500 രൂപ മുതൽ ഏറ്റവും കുറഞ്ഞ 2,500 രൂപ ഇല്ലാതെ ഒരു ബില്ല് ആ മെഡിക്കൽ സ്റ്റോറിനകത്തില്ല. പാവങ്ങൾ ഏറ്റവും മൊത്തം പ്രശ്നങ്ങളാണല്ലോ. ആദ്യമേ ഫ്രാൻസിസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം പറഞ്ഞ ഇവിടെ ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ചെറുതോണിയിൽ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അതിൽ, അതായത് റോഷി അഗസ്റ്റിൻ എന്ന ഇവിടുത്തെ MLA ആണ് അതിനാവശ്യമായിട്ടുള്ള 1.5 കോടി രൂപയും അതോടൊപ്പം തന്നെ ഇതിന്റെ സൈഡ് കെട്ടാൻ വേണ്ടിയുള്ള 3.5 കോടി രൂപയും കൊടുത്ത് അതിലെ ഒരു 4 കോടി രൂപ 5 കോടി രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് അവിടെ ഒരു കെട്ടിടവും പണിതിട്ടുണ്ട്. ഇതിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് അതിന്റെ കറണ്ട് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ പണികളും പൂർത്തീകരിച്ചു. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഫ്രാൻസിസ് അടക്കമുള്ള കോൺഗ്രസ്സുകാർക്ക് അവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ബസ് കയറ്റരുത്. ഇല്ല, അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് പരിശോധിക്കാം, അങ്ങോട്ട് പോവാം. 4 ഉദ്ഘാടനം ആ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സാറേ, ഒന്ന് പരിപാടി തുടങ്ങുമ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യും, അത് കഴിഞ്ഞ് പൂർത്തീകരിച്ച ഉദ്ഘാടനം ചെയ്യും. 2 ഉദ്ഘാടനം സ്വാഭാവിക. ഒരു പദ്ധതിക്ക് 4 ഉദ്ഘാടനം ഇത് ഏത് നാട്ടിൽ നടക്കും? അതെന്താണ് ഈ 4 ഉദ്ഘാടനം? ഇത് വെറുതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ ജില്ലാ പഞ്ചായത്ത് അവിടെ ശരിക്കും പുതിയ ഒരു KSRTCയുടെ സബ് ഡിപ്പോ അവിടെ ആരംഭിക്കുകയാണ്. അതായത് ഗവൺമെന്റ് കുറെ എല്ലാം റെഡിയാണ്, പക്ഷേ ഇവര് സമ്മതിക്കുന്നില്ല. അല്ല, പൂർണ്ണമായി 4 ഉദ്ഘാടനം സാറേ, ഈ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട് 4 ഉദ്ഘാടനം കഴിഞ്ഞു. ജനങ്ങളെ ഞാൻ പറഞ്ഞു, ഒരു ഉദ്ഘാടനം ഇവര് ചെയ്തത്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ എന്റെ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ശല്യപ്പെടുത്തില്ല. ഓക്കെ.
കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പാ. ആ. അതിനു മുമ്പ് ഒരു നിയമസഭാ ഇലക്ഷൻ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. ഓരോ ഇലക്ഷനും മുമ്പ് ഓരോ ഉദ്ഘാടനം വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് ഈ ഭരണസമിതിക്ക് യോജിപ്പില്ല. എന്റെ സംശയമല്ല, ഇപ്പൊ ബസ് കയറാൻ അവിടെ തടസ്സമുണ്ടോ? ഉണ്ട്. എന്താ തടസ്സം? ഒന്നും അതിനകത്ത് ആർടിയുടെ പെർമിഷൻ കിട്ടത്തില്ല. ആർടിയുടെ പെർമിഷൻ കിട്ടത്തില്ല. എന്ത് കിട്ടുന്നില്ല? KSRTC സബ് ഡിപ്പോ ആരംഭിക്കുന്നതിനോ അത് കയറുന്നതിനോ ആർടിയുടെ അനുമതിയുടെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഭരണസമിതി LDF-ന്റെ ആയിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി LDF-ന്റെ ആയിരുന്നു. വാഴത്തോപ്പ് പഞ്ചായത്ത് ഭരണസമിതി LDF-ന്റെ ആയിരുന്നു. KSRTC ബസ് അങ്ങോട്ട് കയറിയപ്പോ എന്താ കുഴപ്പം? അവിടെ കയറിയത് KSRTC ബസ് കയറുന്നതല്ല, അതിന് അടിസ്ഥാനപരമായി ഏറ്റവും നമ്മളോട് ആവശ്യപ്പെട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്താ ആവശ്യപ്പെടുന്നത്? 3 റൂമുകൾ ഇലക്ട്രിഫിക്കേഷൻ നടത്തി. ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. പേര് മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് ഇപ്പൊ ഫ്രാൻസിസ് പറഞ്ഞതുപോലെ അവിടെ KSRTC എന്തുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചില്ല എന്ന് ഇപ്പോഴാണ് അതിന് അനുമതി കിട്ടിയത്. KSRTC സബ് ഡിപ്പോ ഗവൺമെന്റ് അനുവദിച്ചത് ഇപ്പോഴാണ്. KSRTC ചെറുതോണി അത് കാര്യം പ്രേക്ഷകർ തീരുമാനിച്ചു. KSRTC ചുറ്റി ഇവിടെ ജില്ലാസ്ഥാനത്ത് ഒരു ടോയ്ലറ്റ് അല്ലെ കമ്പൻസേഷൻ ഇല്ലാത്ത പക്ഷേ അത് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇവർ MPയുടെയും MLAയുടെയും പരസ്പരം പറഞ്ഞെങ്കിലും ഗ്രാമപഞ്ചായത്തിന് അടിസ്ഥാനം ഗ്രാമപഞ്ചായത്ത് UDF ആണ് ഇവിടെ പോലും ഇവിടെ ഉണ്ടാക്കി തരുന്നത്. കേരളത്തിൽ 2 മാസമായതുള്ളൂ. 2 മാസമായിട്ട് UDF വന്നിട്ടുള്ളൂ. പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കൂലേ? അതിന് പ്ലാൻ വേണം, അതിന് കല്ലിടണം, അടിസ്ഥാനം കെട്ടണം അല്ലേ? 25 വർഷമായിട്ട് ഇദ്ദേഹം ഇവിടെ മിനിസ്റ്ററും MLA ഒക്കെ ആയിട്ടിരുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ജില്ലാ ആസ്ഥാനമാണ്. അതായത് ഇടുക്കിക്ക് വേണ്ടത് ഒരു ഇടുക്കിക്കാരനാണ്. പാലായിൽ നിന്ന് ഇടുക്കി ടൂറിസ്റ്റ് കേന്ദ്രമാണ്. റോഷിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്? ഒരിക്കലും അല്ല. അതെങ്ങനെ ഇടുക്കിക്ക് വേണ്ടത് ഇടുക്കിക്കാരനാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പാലായിൽ നിന്ന് ടൂർ വന്നിട്ട് പോകുന്ന ആളായിട്ടുള്ള ഒരു മന്ത്രി ആവശ്യമുണ്ടോ? ഇടുക്കിക്കാരൻ തന്നെ വേണം. ഈ BD ജയസിന്റെ കാൻഡിഡേറ്റ് ഇടുക്കിക്കാരൻ തന്നെയാണ്. ഇടുക്കി നിയോജകമണ്ഡലത്തിലെ കാൻഡിഡേറ്റ് ആണ്. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ വോട്ടുള്ള ആളാണ്. നിയോജകമണ്ഡലത്തിൽ താമസക്കാരനാണ്. അപ്പോ ഈ മണ്ഡലത്തിലെ പ്രാദേശിക വിഷയങ്ങൾ അടക്കമുണ്ട്. ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. പൊതുവായ വിഷയങ്ങൾ എങ്ങനെ ബാധിക്കുന്നുള്ളത് അച്ഛൻ എന്തോ പറയാനുണ്ട്. എനിക്കൊരു ഇടവേള കൂടി വേണം. മറ്റേ റോയി കെ പൗലോസ് തൊടുപുഴന്ന് വന്നതെന്ന് പറഞ്ഞു. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ മാതൃ പഞ്ചായത്ത് ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ 8ാം വാർഡായിരുന്നു വാഴത്തോപ്പ്. ആ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ മെമ്പറും പ്രസിഡന്റും ആയിട്ടിരുന്ന ആളാണ് റോയി. അദ്ദേഹം പിന്നെ വിദേശ മാത്രമല്ല അതിൽ പ്രാദേശിക മാധ്യമത്തിലൊന്നും ഒരു കഴപ്പില്ലെന്നേ. മാത്രമല്ല നമ്മളിങ്ങനെ പറഞ്ഞു പോലെ നമ്മുടെ വീടിന് അപ്പുറത്തുള്ളവരെല്ലാവരും അപ്പുറത്തെ ശത്രുക്കളാവും. അത് കാര്യമൊന്നുമില്ല. നമുക്ക് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് കിട്ടാൻ 6 മാസം മതി. ഇത് റോഷി അഗസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. ഇവിടെ വോട്ടർ ലിസ്റ്റ് പേരുള്ള ആളാണ്. താമസിക്കുന്ന പ്രശ്നമല്ല, ചെയ്തിട്ടുണ്ടോ, മണ്ഡലത്തിൽ വികസനം വന്നിട്ടുണ്ടോ, ഒപ്പം ജനകീയ രാഷ്ട്രീയ വിഷയങ്ങളോട് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് പ്രശ്നം. പെസഹ അപ്പം തൽക്കാലം നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് ഈ പൊറോട്ട കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചെടുത്തോളൂ. നല്ല നൂല് പോലുള്ള മാർദ്ദവമേറിയ പെസഹ അപ്പം. ഇത് നമ്മൾ ഇവിടെ കുറച്ച് പൊറോട്ട കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല എന്ത് കഴിക്കും? പൊറോട്ടയുടെ കൂടെ എന്താ പിടിക്കുന്നത്? സാധാരണ ബീഫ് തന്നെയാണോ കോമ്പിനേഷൻ? നിർബന്ധമല്ല. വെജിറ്റേറിയൻ കുഴപ്പമില്ല, കടലയാണെങ്കിലും കുഴപ്പമില്ല, മുട്ടയാണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും കഴിക്കും. ആണോ? ഓക്കെ. ഇവിടെ കൂടി കാര്യം പറഞ്ഞല്ലോ. ഈ തൊട്ടടുത്ത് ഒരു 500 മീറ്റർ പോയാൽ തടിമ്പാട് കാശ്മീർ റോഡ് കിടപ്പുണ്ട്, കൂമ്യാങ്കുളം. ആ റോഡ് റീബിൽഡ് കേരളപ്പെടുത്തി പണിതാ. ഒന്ന് ജസ്റ്റ് പോയി നോക്കിയാൽ ആ റോഡിന്റെ ഒരു ദുരവസ്ഥ എന്നാന്നറിയാം. ഓക്കെ. അപ്പൊ നമുക്ക് ആ റോഡുകളൊക്കെ ഒന്ന് കാണണം. നമ്മൾ ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിലൊക്കെ നമുക്കൊന്ന് പോകാം. നമ്മളൊപ്പം ഇവരുണ്ടാവും കുറച്ച് നേരം, കുറച്ചേരം നമ്മളോട് സഞ്ചരിക്കൂലേ? അപ്പോൾ വളരെ ഉഷാറായ കാര്യങ്ങളൊക്കെ പോട്ടെ. പൊതുവായ വിഷയങ്ങളുണ്ട്.